കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ എൻഡിഎയുടെ ഘടകകക്ഷിയായി പ്രവർത്തിക്കും. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കും എന്നാണ് നിലപാട്. ടോബി ജോൺസൺ നൽകും കോട്ടയത്ത് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ടോബി, സജി മഞ്ഞക്കടമ്പിൽ എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ചായിരുന്നു നേരത്തെ ചർച്ചകൾ. ഇപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാവുന്നു. എൻഡിഎയിലേക്ക് എന്ന് പൂർണ്ണമായി ഉറപ്പിച്ചു പറയുന്നുണ്ടോ? തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇത്തവണ പിന്തുണ നൽകുന്നു, പുതിയ പാർട്ടി വരുന്നു, അപ്പോൾ എൻഡിഎക്കൊപ്പം നിൽക്കും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ ആ വിഭാഗം? തീർച്ചയായിട്ടും എൻഡിഎക്കൊപ്പം തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സജിയും കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നത്. അത് ബി.ജെ.പിക്കൊപ്പം ലയിച്ചല്ല, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു കേരള കോൺഗ്രസ് തന്നെ രൂപം നൽകിക്കൊണ്ടാണ്, കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടാണ് സജിയും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ഇപ്പോൾ എൻഡിഎയുടെ ഭാഗമായിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഈ യോഗത്തിലേക്ക് നേരിട്ടെത്തുകയും ഇവരെ എൻഡിഎയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മോൻസ് ജോസഫുമായിട്ടുള്ള ആ ഒരു തർക്കത്തെ തുടർന്ന് സജി മഞ്ഞക്കടമ്പിൽ UDF ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുന്നത്. എന്തായാലും ആ ഒരു തീരുമാനത്തിന് ശേഷം ജോസ് കെ മാണി വിഭാഗത്തിലേക്ക് അദ്ദേഹം പോകുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉണ്ടായത്, ചില ചർച്ചകൾ നടന്നിരുന്നു. കോൺഗ്രസ് നേതാക്കൾ UDFൽ അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തി, പക്ഷേ അതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ഒരുപക്ഷെ മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയിൽ അല്ലെങ്കിൽ മുന്നണിയിൽ ഇനി ഇല്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സജി മഞ്ഞക്കടമ്പിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറ്റൊരു പാർട്ടി രൂപീകരിച്ച് എൻഡിഎക്കൊപ്പം തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നൽകും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും നമുക്കറിയാവുന്നതുപോലെ തന്നെ PC തോമസ് അടക്കമുള്ളവർ എൻഡിഎക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകൾക്ക് ഇതൊരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ മറ്റൊരു കേരള കോൺഗ്രസ് PC തോമസ് മാറിയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് എൻഡിഎയുടെ ഭാഗമാവുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ വരെ ഇത് അതീവ രഹസ്യമായിട്ടായിരുന്നു ഈ ഒരു തീരുമാനം വെച്ചിരുന്നത്. നിരവധി ആളുകൾ UDFന്റെ നേതാക്കൾ അതുപോലെ തന്നെ BJP നേതാക്കളെല്ലാം തന്നെ ബന്ധപ്പെട്ടിരുന്നു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അവരുമായി ഒന്നും കൈകൊടുക്കാൻ എന്തായാലും സജി മഞ്ഞക്കടമ്പിൽ തയ്യാറായില്ല. നമ്മളോടൊപ്പം സജി മഞ്ഞക്കടമ്പിൽ ചേരുന്നുണ്ട്. ഇങ്ങനൊരു തീരുമാനം എൻഡിഎക്കൊപ്പം ചേരാനുള്ള തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അല്ലെ, ഇവിടെ കോട്ടയത്തെ 3 സ്ഥാനാർത്ഥികളിൽ റബ്ബറിന് 250 രൂപ വില വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി അത് പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രധാനമായും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല, അദ്ദേഹം വിജയിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് BJP വരാൻ പോകുന്നത് ആർക്കും സംശയമില്ല. അദ്ദേഹം വിജയിച്ചാൽ കോട്ടയത്തിനൊരു കേന്ദ്രമന്ത്രി ലഭിക്കും. അഭൂതപൂർവമായ വികസനങ്ങൾ നമ്മുടെ നാടിനുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞില്ല, വന്യമൃഗ ആക്രമണം, പേപ്പട്ടി ആക്രമണം ഒക്കെ, അല്ലെങ്കിൽ കാർഷിക മേഖല പ്രശ്നങ്ങളൊക്കെ ഇടതു മുന്നണിയിലും അതുപോലെ തന്നെ UDFലും LDFലും വലിയ അവഗണന നേരിട്ട ഒരു വ്യക്തിയാണ്. BJPയിൽ അല്ലെങ്കിൽ NDAയിൽ അങ്ങനെ ഒരു അവഗണന ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? അല്ല, ഇടതുമുന്നണിയിൽ അവഗണന ഞാൻ ഇടതുമുന്നണിയിൽ പോയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. UDFൽ അല്ല, ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യമാണ്. അല്ല, ജോസ് കെ മാണിക്ക് അന്ന് ഞാൻ UDFിലായിരുന്നു, കേരള കോൺഗ്രസിലായിരുന്നു. അന്ന് ഞങ്ങളുടെ പാർട്ടി വളർന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് പോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഞാൻ UDFിൽ നിന്ന് അവിടെ ജോസ് കെ മാണിക്കൊപ്പം വന്നപ്പോൾ അവഗണന. ഓരോ പാർട്ടിയിലും അന്നത്തെ സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ UDFിൽ വന്ന് UDFിന്റെ കോട്ടയം ജില്ലയിലെ ഏറ്റവും കരുത്താർജിച്ച ശക്തമായ നിലപാടെടുത്ത ആളാണെന്ന നിലയിൽ ശരി. എന്തായാലും കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് പാർട്ടി വളരും തോറും പിളരുന്ന പാർട്ടി, പിളരും തോറും വളരുന്ന പാർട്ടി എന്നാണ്. ആ രീതിയിൽ കേരള കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗം ഉണ്ടാകുന്നു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് പാർട്ടിയുടെ പേര്. സജി മഞ്ഞക്കടമ്പിലാണ് ഇപ്പോൾ പാർട്ടി രൂപീകരിച്ച് എൻഡിഎക്കൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ എൻഡിഎ തള്ളിപ്പറഞ്ഞ, BJPയെ തള്ളിപ്പറഞ്ഞ നേതാവ് ഇപ്പോൾ എൻഡിഎ ക്യാമ്പിലെത്തി ആ പാർട്ടിയെ പുകഴ്ത്തുന്നു. അതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ കാലത്തെ കാഴ്ചകൾ എന്നുകൂടി ബഷീർ ഓർപ്പിക്കുകയാണ്. ടോബി ജോൺസൺ ആണ് കോട്ടയത്തും വിശദാംശങ്ങൾ.